സഭയാകുന്ന ശരീരത്തെക്കുറിച്ച് പഠിക്കുവാൻ കർത്താവ് കൃപ നൽകി. റോമാലേഖനം 12:5 പെട്ടെന്ന് വായിച്ചാട്ട്. റോമാലേഖനം 12, റോമൻസ് 12:5. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. എഫേസ്യർ 5:23, എഫേഷ്യൻസ് 5:23. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ക്രിസ്തു ശരീരത്തിന്റെ സഭയുടെ തലയാകുന്നു. കൊലോസ്യർ 1:18, കൊലോസിയൻസ് 1:18. അവൻ സഭ എന്ന ശരീരത്തിന് തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവിടെയും ക്രിസ്തു സഭയുടെ തലയാകുന്നു. ഇനി 1 കൊരിന്ത്യർ 10:17, 1 Corinthians chapter 10:17. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നു. നാം എല്ലാവരും ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാകുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് സഭയായി കാണിച്ചിരിക്കുകയാണ്. സഭയെ ഒരു ശരീരമായി കാണിച്ചിരിക്കുകയാണ്. ക്രിസ്തു സഭയുടെ തല, നാം എല്ലാവരും ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. ഇനി എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വന്നാൽ, എബ്രായ 10:12-13 വായിച്ചാട്ടെ. ഹീബ്രു 10:12-13. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു, തലയാകുന്ന കർത്താവായ യേശു ക്രിസ്തു സാത്താനെ ജയിച്ചു. എന്നാൽ ശരീരമാകുന്ന സഭ സാത്താനെ, ശത്രുവിനെ തങ്ങളുടെ കാൽ കീഴെ ആക്കണം. അതാണ് ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ആരോഗ്യമുള്ളതായ സഭ സാത്താനെ എന്ത് ചെയ്യുകയാണ്? അവരുടെ കാൽ കീഴാക്കുകയാണ്. അതുവരെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? കാത്തിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ സഭയാകുന്ന ശരീരം എത്ര ആരോഗ്യമുള്ളതായിരിക്കണം! എല്ലാ ശത്രുവിൻ്റെ ശക്തികളെയും കാൽ കീഴാക്കി തീർക്കുന്നത് വരെ കർത്താവ് നമ്മൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇന്ന് നാം പ്രത്യേകമായി പഠിക്കുവാൻ പോകുന്നത്, ഇവിടെ ഒരു അസ്ഥിവചനം പോലെ കാണിച്ചിരിക്കുന്നത്, പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമായിരിക്കുന്നു. വീണ്ടും വായിച്ചാട്ട് റോമർ 12:5. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും, പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഇപ്പോൾ ഇവിടേക്ക് നിങ്ങൾ നോക്കിയാൽ ഈ കൈക്ക് 5 വിരലുണ്ട്. ഓരോ വിരലിനും തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിൽ നോക്കിയാൽ എത്ര അസ്ഥിയുണ്ട്? ഓരോരോ ചെറിയ അസ്ഥികൾ. അങ്ങനെ അസ്ഥികളിൽ ഓരോരുത്തരും ഓരോരോ അംഗമായി നിന്നാണ് ഈ ശരീരം ആയിരിക്കുന്നത്. അതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ നാം എല്ലാവരും അംഗങ്ങളായി ഇരിക്കുമ്പോൾ ഒരു നല്ല ശരീരമായി കാണപ്പെടണം. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഈ മേശപ്പുറത്ത് കുറച്ച് തടി അല്ലെങ്കിൽ കമ്പുകൾ വെച്ചിരിക്കുന്നു. ഇതൊരു സഭയാണ്. ഏതാണിത്? ഇന്നത്തെ കേരളത്തിലെ ഒരു സഭയാണിത്. നോക്കിയാൽ ഇത് കണ്ടോ, വലിയ വീട്ടിലെ മത്തായിച്ചനാണിത്. വലിയ വീട്ടിലെ മത്തായിച്ചൻ. ഇദ്ദേഹം വലിയ വീട്ടിലെ ചാക്കോസാര. നോക്കിയാൽ ഓരോ, ഇത് വഴിപ്പറമ്പിലെ ശോശാമ്മ സഹോദരിയാണ്. ഇത് പുറമ്പോക്കിലെ പത്രോച്ചനാണിത്. ഓരോരുത്തർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സഭ.
എല്ലാവരും പറഞ്ഞു എൻ്റെ സഭ നോക്കി എത്ര പേരുണ്ട്, എത്ര പേരുണ്ട് എൻ്റെ സഭ. ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും അഭിഷേകം പ്രാപിച്ചവരുമാണ് ദൈവത്തിൻ്റെ സഭ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് ഇപ്രകാരം സഭയായിരിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ എല്ലാവരും ശ്രദ്ധയോടൊന്ന് വായിച്ചാട്ട്. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 11 to 16. എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ എന്ന് വായിച്ചാട്ട്. അവൻ ചില അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയും തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിപ്പാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഇവിടെ എന്തിനാണ് കർത്താവ് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇവാഞ്ചലിസ്റ്റിനെയും അതുപോലെ പാസ്റ്ററെയും പഠിപ്പിക്കുന്നവരെ 5 വിധത്തിലുള്ള ശുശ്രൂഷക്കാരെ എന്തിനാണ് സഭയിൽ ആക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, സഭയിലുള്ള എല്ലാവരെയും വേണ്ടതുവണ്ണം മുറിച്ച് അളവിനനുസരിച്ച് ഒരുക്കി ഒരു ദേഹമായി തീർക്കുവാനാണ്. എന്നാൽ ഇന്ന് ദൈവസഭയിൽ നടക്കുന്നത് എന്താണ്? തോമാച്ചനെ പ്രാർത്ഥിച്ച് വിസ മേടിപ്പിച്ച് ഗൾഫിലേക്ക് അയക്കാം, അല്ലെങ്കിൽ ഇന്നാരെ അമേരിക്കയിലേക്ക് അയക്കാം, ഇന്നാരുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നോക്കിയാൽ എൻ്റെ കയ്യിൽ ഇതെല്ലാം അസ്ഥികളാണ്. എൻ്റെ കയ്യിലെ അസ്ഥികളൊക്കെ നോക്കിയാൽ എത്ര വലിയ അസ്ഥികളാണ് എൻ്റെ കയ്യിലുള്ളത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു അസ്ഥി കൂമ്പാരത്തിന് വേണ്ടിയല്ല കർത്താവ് വരുന്നത്. കർത്താവ് വരുന്നത് ഒരുക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടിയാണ്. ഇന്നെവിടെ നോക്കിയാലും അസ്ഥിയുടെ കൂട്ടമേ ഉള്ളൂ, ശരീരം വെളിപ്പെടുന്നില്ല. ക്രിസ്തുവിൻ്റെ ശരീരം വെളിപ്പെടുന്നില്ല. എവിടെ നോക്കിയാലും വലിയ ചാക്കോച്ചൻ വലിയവനായിട്ട് തന്നെ ഇരിക്കുന്നു, ചെറിയ സാറാമ്മ ചെറിയവളായിട്ട് തന്നെ ഇരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്താണ്? എല്ലാവരും കൂടെ ഒന്നിച്ചു വെച്ചിരിക്കുന്നു. എന്തോ ഒന്നിച്ചിരിക്കുന്നത്? ഒന്നിച്ചു വന്നില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം നടത്തി തരത്തില്ല, നിങ്ങൾ മരിച്ചാൽ അടക്കി തരത്തില്ല, നിങ്ങളുടെ പെന്തക്കോസ് സഭയിൽ നിങ്ങളുടെ പേര് മാറ്റിക്കളയും എന്നുകൊണ്ട് എല്ലാവരും കൂടെ ഞായറാഴ്ച എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടും. അത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വഴിക്ക്. അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ വീണ്ടും ആ ഭാഗം വാക്യമൊന്ന് നല്ലവണ്ണം വായിച്ചു നോക്കാം. അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഞാനത് മലയാളത്തിൽ ഒരു ചെറിയ വാക്ക് വിട്ടുപോയിട്ടുണ്ട്, അത് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കുന്നു. എഫേസ്യ ലേഖനം 4:16. From whom the whole body fitly joined together and compact by that which every joint supplieth according to the effectual working in the measure of every part. ഓരോ ഭാഗത്തിൻ്റെ അളവിനനുസരിച്ച് മേക്കത്ത് ഇൻക്രീസ് ഓഫ് ദ ബോഡി അണ്ടർ ദ എഡിഫൈയിങ് ഓഫ് ഇറ്റ്സെൽഫ് ഇൻ ലവ്. അത് മലയാളത്തിൽ അതിൻ്റെ അളവെന്നുള്ള ഭാഗം
മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും. എന്നാൽ പ്രായത്തിൻ്റെ അളവല്ല വരേണ്ടത്, അത് 16-ാം വാക്യത്തിലാണ് വരേണ്ടത്. ഏത് സന്ധിയിലും അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം എന്നുള്ളതിന് പകരം അതത് അളവിനൊത്തവണ്ണം. അത് തർജിമയിൽ വന്ന ചെറിയ തെറ്റാണ്. ആ 12-ാം അധ്യായത്തിലുള്ള അളവ് എവിടെ വരണം? വ്യാപാരത്തിനൊത്തവണ്ണം ഉള്ളിടത്ത് അളവ് വരണം. ഓരോ സന്ധി, ഇപ്പോൾ നിങ്ങൾ ഈ ഇതിലേക്കൊന്ന് നോക്കിയാൽ ഇത് ഈ കൈയുടെ ഒരു ചെറിയ വിരൽ, ഇതിൻ്റെ അസ്ഥിയും കൈയുടെ ഈ അസ്ഥിയുടെ അളവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് വളരെ ചെറിയ അസ്ഥിയാണ്. ഇവിടെ തന്നെ ഈ വിരലിന് 3 അസ്ഥിയുണ്ട്. ഇത് വലിയ അസ്ഥിയാണ്. അപ്പം ഇതിൻ്റെ അളവ് വേറെ, ഇതിൻ്റെ അളവ് വേറെ. അതുപോലെ കാലിൻ്റെ അസ്ഥി ഓരോന്ന് അതതിൻ്റെ അളവിനനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ ഈ ദൈവസഭയെ, ഇത് ദൈവസഭയാണ്, നമ്മുടെ കേരളത്തിലെയുള്ളൊരു ദൈവസഭയാണ്. ഈ ദൈവസഭയെ ഇങ്ങനെ ഇരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് 5 വിധ ശുശ്രൂഷ നൽകിയിരിക്കുന്നത് ഈ വലിയ വീട്ടിലെ തോമാച്ചനെ മുറിച്ച് അവൻ എത്രമാത്രം അളവാണെന്നുള്ളത് അളവാക്കി ബാക്കിയെല്ലാം മുറിച്ച് കളഞ്ഞ് അവനെ ശരിയാക്കി ഫിറ്റ് ചെയ്യണം. വലിയ വീട്ടിലെ തോമാച്ചന്. ഇവിടെ വലിയ വീട്ടിൽ തോമാച്ചന്മാർ സഹോദരന്മാരുണ്ടെങ്കിൽ ക്ഷമിച്ചാലും ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഈ വലിയ വീട്ടിലെ തോമാച്ചൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കാറ്റിൽ നിന്ന് വന്നു, പരിശുദ്ധാംശവും പ്രാപിച്ചു. ഇങ്ങനെ ഇരുന്നാൽ കർത്താവിൻ്റെ വരവിൽ എടുത്തോളപ്പെടത്തില്ല. ഈ വലിയ വീട്ടിലെ തോമാച്ചനെ വെട്ടണ്ടിയെടുത്ത് വെട്ടി മുറിച്ച്, അതിനാണ് അപ്പോസ്തോലൻ വന്ന് അപ്പോസ്തോലിൻ്റെ ശുശ്രൂഷ ചെയ്യണം. പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ച് പ്രവചിച്ച് നിനക്ക് ജോലി കിട്ടും, നിനക്ക് വാലല്ല തലയാക്കുമെന്ന് പ്രവചിക്കാനല്ല. നിന്നെ വാലല്ല തലയാക്കും, നിന്നെ അമേരിക്കയിൽ വിടും, നിനക്ക് അവിടുന്ന് വിടും, അതിനല്ല പ്രവാചക ശുശ്രൂഷ. പ്രവാചക ശുശ്രൂഷ ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല, ആത്മീയ നന്മകൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഇന്നത് വ്യാപാരമായി തിരിഞ്ഞ്, അതൊന്നും ദൈവത്തിൻ്റെ ആത്മാവല്ല. ഞാൻ ഇത് പറയുന്നതിൽ ഒരു പ്രാവശ്യം തിരുവല്ലായിൽ മഞ്ഞാടിയിൽ ഉണർവ്യോ നടക്കുകയാണ്. കർത്താവ് പറഞ്ഞു പ്രവാചകന്മാരെ പിടിക്കണമെന്ന് പറഞ്ഞു. 14 ദിവസത്തെ യോഗം. 14 കേരളത്തിലെ 14 പ്രവാചകന്മാരെ പരസ്യമായി പിടിച്ചു. അവർ പറഞ്ഞു പ്രവചിക്കാൻ പറഞ്ഞു. ഞാൻ ബൈബിൾ ക്ലാസ് സമയത്ത് പ്രവചിച്ച 14 പേരെ പരസ്യമായിട്ട് പിടിച്ചു. ഇനിയും പരസ്യമായിട്ട് പ്രസംഗിച്ചേക്കരുതെന്ന് പറഞ്ഞു. ഒരു സഹോദരൻ തിരുവല്ലായുള്ള ഒരു സഹോദരൻ പറഞ്ഞു നിനക്കെതിരായി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേസ് കൊടുത്തോളാൻ പറഞ്ഞു. 1-2 ദിവസം അവിടെയൊക്കെ ശബ്ദം ഉണ്ടാക്കി, പിന്നെ കണ്ടേയില്ല. അപ്പോൾ ഇന്ന് അനേക പ്രവാചകന്മാരിറങ്ങിയിട്ടുണ്ട് അസ്ഥിക്കൂടത്തെ നോക്കി അവരെ അനുഗ്രഹിച്ച് പണം വാങ്ങിക്കാൻ. അതുപോലെ കുമ്പനാട്ട് ഇപ്പോഴും നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കിയാൽ പുനലൂരിൽ നിന്ന് 2 സഹോദരിമാർ വന്നു. 2 സഹോദരിമാർ വന്നിട്ട് അവിടെയുള്ളൊരു കുടുംബത്തിൽ, കുമ്പനാട്ട് ജംഗ്ഷനിലുള്ളൊരു കുടുംബത്തിൽ, പുള്ളിക്കാരത്തി ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വന്നപ്പോൾ പുള്ളിക്കാരത്തിയോട് പ്രവചിച്ച് പറഞ്ഞു, പ്രിയ കൊച്ചമ്മേ, മകളെ, നിനക്ക് ശേഷം നിൻ്റെ മാതാവിലുണ്ടായ മക്കളൊന്നും നിൻ്റെ അപ്പൻ്റെ വകയല്ല, നിൻ്റെ അപ്പനിൽ നിന്നുണ്ടായതല്ല. അപ്പോൾ അപ്പന് 78 വയസ്സായി, അമ്മയ്ക്ക് ഏതാണ്ട് 70 വയസ്സോളമായി പ്രായമുള്ളവരാ. ഈ സഹോദരി അത് മുഴുവൻ ടേപ്പ് പിടിച്ചിട്ട് അപ്പനെ കൊണ്ട് കേൾപ്പിച്ചു. അതിനുശേഷം 2 സഹോദരന്മാരാണ് ജനിച്ചിരിക്കുന്നത്. അവരും പ്രായമുള്ളവരാണ്. ഈ സഹോദരി 57 വയസ്സുണ്ട്. മറ്റേ ആങ്ങളമാരുടെ ഇളയ ആങ്ങൾക്ക് 40-45 വയസ്സുള്ളവരാ. അപ്പനോട് ഇത് ടേപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം ജനിച്ചത് 2 പേരും നമ്മുടെ അപ്പൻ്റെ വകയല്ല, അതുകൊണ്ട് വസ്തുവിൻ്റെ മുഴുവനും അവകാശി ഞാനാണ്. ഇവർ ഈ പ്രവചനം പറഞ്ഞ് പുന്നൂർക്കാരത്തി 2 സഹോദരിമാരും 15,000 രൂപയും 3 സാരിയും പിന്നെ ടേപ്പ് റെക്കോർഡറെല്ലാം മേടിച്ചുകൊണ്ട് അവർ പോയി ആ വീട്ടിൽ നിന്ന്.
ഞാൻ തിരുവല്ലയിൽ നടക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട 72 വയസ്സുള്ളതായ അപ്പൻ ഭാര്യയും വിളിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് കരയുകയാണ്. ഇതെന്താണ്, ഇങ്ങനെയാണ് പ്രവചനം നടന്നത്. അപ്പോൾ ഞാൻ ആ സഹോദരിയെ വിളിച്ചു. സഹോദരി ടേപ്പ് എടുത്ത് തന്നെ കേൾക്കുക, ഇതാണ് പ്രവചിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാർ അയച്ച 2 സഹോദരിമാരെ പിടിച്ചുകൊണ്ട് വരാൻ വിട്ടപ്പോൾ അവരവിടെ നിന്ന് നാട് വിട്ടു, പുനലൂരിൽ നിന്ന് എവിടെയോ പോയെന്നറിഞ്ഞു. ഞാനൊരു കാർ അയച്ചു, അവരെ 2 പേരെയും പിടിച്ചുകൊണ്ട് വരാൻ. ഞാൻ വിചാരിച്ചു അവരെ പോലീസിൽ തന്നെ ഏൽപ്പിക്കുക എന്ന് വിചാരിച്ചു. പെന്തക്കോസുകാരുടെ സഭകളിൽ നടക്കുന്ന അന്യായമാണിത്. പിന്നെ ആ പ്രിയപ്പെട്ട മാതാവിനെയും ആ പ്രിയപ്പെട്ട പിതാവിനെയും ആ സഹോദരിയെയും ഒരൈക്യതയിൽ കൊണ്ടുവരുവാൻ എനിക്ക് എന്തുമാത്രം ബദ്ധപ്പാട് കഴിക്കേണ്ടി വന്നു, എന്തുമാത്രം ബദ്ധപ്പാട് കഴിക്കേണ്ടി വന്നു. ഇവർ പ്രവചനം പ്രവചിച്ച് 15,000 രൂപയും സാരിയും മേടിച്ചുകൊണ്ട് പോയി. ഇതെങ്ങത്തെ കഥയല്ല, കുമ്മനാട് ജംഗ്ഷനിലുള്ള വീട്ടിലുള്ള കാര്യമായി പറയുന്നത്. ആരോടും കേട്ടതുമല്ല, വല്ലവരോടും പറഞ്ഞേച്ച് കടമെടുത്ത് ഞാൻ പറയല്ല, എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന കാര്യമാണ് ഈ പറയുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചകന്മാരുടെ ജോലി വന്ന് അനുഗ്രഹിച്ച് പണം മേടിച്ച് കൈകൊണ്ട് പണം മേടിച്ചുകൊണ്ട് പോകാനല്ല, അങ്ങനെയുള്ളവരെല്ലാം അടിച്ച് പുറത്താക്കണം. അങ്ങനെയുള്ളവരെ അടിച്ച് പുറത്താക്കണം, സഭയിൽ കയറ്റരുത്, അടിച്ച് പുറത്താക്കണം. ഇന്ന് ദൈവസഭ പണിയപ്പെടുന്നില്ല. എല്ലാവരും വന്ന് ഇന്ന് അനുഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ചാക്കോച്ചനെ അനുഗ്രഹിക്കുക, മത്തായിച്ചനെ അനുഗ്രഹിക്കുക. പ്രിയ സഹോദര, ചാക്കോച്ചനെ, വലിയ വീട്ടിലെ ചാക്കോച്ചനെ അനുഗ്രഹിക്കുകയല്ലേ ചെയ്യേണ്ടത്. വലിയ വീട്ടിലെ ചാക്കോച്ചൻ, ഈ വലിയ വീട്ടിലെ ചാക്കോച്ചൻ, ഹല്ലേലൂയ, ഈ വലിയ വീട്ടിലെ ചാക്കോച്ചനെ ദൈവം ഈ അണിവിരലിൻ്റെ ഒരു അസ്ഥിയാക്കിയാണ് തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ അതാകുന്നത് വരെ വലിയ വീട്ടിലെ ചാക്കോച്ചനെ മുറിച്ച് കട്ടിച്ച് ആ ചെറിയ ഇതിന്നുള്ളതെല്ലാം പുറത്താക്കി ഒരു ചെറിയ അസ്ഥിക്ക് തുല്യമാക്കണം. അതാണ് കർത്താവ് 5 വിധത്തിലുള്ള ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. കല്യാണം കഴിപ്പിക്കാനും വീട് വയ്പ്പിക്കാനും വീട് കയറി പ്രാർത്ഥിച്ചിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് അമേരിക്കയ്ക്ക് വിടാനും അല്ല. ഓരോ വിശുദ്ധന്മാരെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊള്ളാവുന്നത് വണ്ണം ഈ വലിയ പുള്ളിക്കാരനെ മുറിച്ച് എവിടത്തേക്കാണ് യോഗ്യം അവിടത്തേക്ക് മുറിച്ചാക്കണം. അതുകൂടാതെ ഈ സഹോദരൻ വളരെ നീളമുള്ളവനാണെങ്കിൽ എവിടെയാണ് ഇവനെ ഫിറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ദൈവദാസന്മാരെ മുറിച്ച് ഒരു സ്ഥലത്താക്കണം. അപ്പോൾ ഈ സഹോദരൻ തീരെ എളിയവനാണ്. ഇവനെ വിശ്വാസത്തിൽ വർദ്ധിപ്പിച്ച് ഒരു പക്ഷെങ്കിൽ ഇവൻ 2 ഇരട്ടി ഇതിനേക്കാൾ 5 ഇരട്ടി വലിയവനാണെങ്കിൽ വലുതാക്കി ഏത് സന്ധിക്കനുസരിച്ച് ചെയ്യണം. അതാണ് ദൈവസഭയിലുള്ള കർത്താവിൻ്റെ ദാസന്മാർ ചെയ്യേണ്ടത്. ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ ഏത് സഭയിൽ വന്നാലും, വലിയ എഞ്ചിനീയർ ആയാലും ചെറിയ ഡോക്ടറായാലും തീരപ്പെട്ട് പാവപ്പെട്ടവനായാലും ഓരോരുത്തരെയും, അതില്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന കർത്താവിൻ്റെ ദാസന്മാർ സാക്ഷികളാണ്. വലിയ ചീഫ് എഞ്ചിനീയർ ആണെങ്കിലും മുറിച്ചിട്ട് അവൻ നിൽക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തുവിൻ്റെ സഭയിൽ അവൻ എവിടെ നിൽക്കണം, എവിടെ ആയിരിക്കണം. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ വന്നാൽ ഞങ്ങളുടെ ഇവിടെ ദരിവാളിൽ കൺവെൻഷനുണ്ട്. ദരിവാളിൽ 19 മുതൽ 24 വരെ, ജൂൺ 19, 24 വരെ കൺവെൻഷൻ ഉണ്ട്. അവിടെ വന്നാൽ 1000ങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെ വന്നാൽ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ചെരുപ്പെല്ലാം ഓരോരുത്തർക്ക്, ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ എല്ലാവരും ചെരുപ്പ് സൂക്ഷിപ്പാൻ ആളുണ്ട്. അത് സാധാരണ ഞങ്ങൾ ചെയ്യുന്ന പഠിപ്പുള്ളവരെ ആക്കിയിരിക്കുന്ന വരുന്ന പാവപ്പെട്ട സഹോദരന്മാരുടെ എല്ലാം ചെരുപ്പ് വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചോണം. കാരണം അവരോട് പറയുന്നത്, പഠിപ്പില്ലാത്തവർക്ക് വെളിയിലിരുന്നാൽ കേൾക്കാനൊക്കെ, പഠിപ്പില്ലാത്തവർക്ക് അകത്തിരിക്കട്ടെ, പഠിപ്പുള്ളവർ വെളിയിൽ നിന്ന് ചെരുപ്പിൻ്റെ സൂക്ഷിപ്പ് നോക്കി കേട്ടു വചനം പഠിച്ചോട്ടെ. അതുപോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളും അങ്ങനെ ഓരോ നിലയിൽ ഓരോരുത്തരാകേണ്ട നിലയിൽ കർത്താവ് ഈ അസ്ഥിക്കൂടത്തിന് വേണ്ടി അല്ല വരുന്നത്. കർത്താവ് അസ്ഥിക്കൂടത്തിന് വേണ്ടിയല്ല വരുന്നത്. ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ തങ്ങളെ തന്നെ ആരാഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞാട്ട്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ മുറിച്ച് അതിനെ ശരിയാക്കി ഓരോ ജോയിൻറ്റിനനുസരിച്ച് ശരിയാക്കിയിട്ടുണ്ടോ? സംഘടന നടത്തി കാര്യങ്ങൾ നടത്തി സ്തോത്രാഴ്ച പിരിച്ചുകൊണ്ട് പോയോന്നല്ല ചോദിക്കുന്നത്. എല്ലാവരെയും വീണ്ടും ആ ഭാഗം എല്ലാവരും എടുത്ത് വായിച്ചു നോക്കിയാണ് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് 11-ാം വാക്യം മുതൽ വായിച്ചു നോക്കിയാൽ
എല്ലാവരും ചേർന്നൊന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 4:11 മുതൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയുന്നത്, ഞാൻ പ്രാന്തനായി പറയുകയാണോ അതാണോ വചനത്തിൽ എഴുതിയിരിക്കുന്നതെന്നൊന്ന് വായിച്ചു നോക്കിയാണ്. എഫേസ്യ ലേഖനം 4:11 മുതൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. എല്ലാവരും ഉറക്കെ വായിച്ചാട്ടെ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് അളവിന് ഒത്തവണ്ണം. വ്യാപാരത്തിന് ഒത്തവണ്ണം പകരം അവിടെ എന്ത് വായിക്കണം? അളവിനൊത്തവണ്ണം. എല്ലാവരുടെ ബൈബിളിന് എഴുതണം. വ്യാപാരത്തിന് ഒത്തവണ്ണം എന്ന് പറഞ്ഞിട്ട് എന്തെഴുതണം? അളവിനൊത്തവണ്ണം. ഗ്രീക്ക് ഭാഷയിലല്ല, നിങ്ങളുടെ മലയാള ബൈബിളിൻ്റെ മാർജിനിൽ എഴുതിക്കാട്ട്. ഓരോ വ്യാപാരത്തിന് ഒത്തവണ്ണം എന്നുള്ളത് എന്തെഴുതണം? അളവിനൊത്തവണ്ണം. എല്ലാവരും എഴുതിക്കാട്ട്, പാസ്റ്റർമാരും എഴുതിക്കാട്ട്. ഇത് ഞാൻ ശരിയായി ചെക്ക് ചെയ്തിട്ട് പറയുകയാണ്. ഓരോരുത്തരുടെ അളവിനൊത്തവണ്ണം. അളവെന്നുള്ള വാക്ക് മുകളിലുണ്ട്. ആ അളവ് അവിടെ വരേണ്ടത്. വ്യാപാരത്തിനൊത്തവണ്ണം അല്ല, അളവിനൊത്തവണ്ണം. ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും എന്ന് പറഞ്ഞാൽ ഓരോരോ ജോഡ്, ഓരോരോ സന്ധി എന്ന് പറഞ്ഞാൽ എന്താ? മുട്ട്. എന്താ അതിന് പറയുന്നത് മലയാളത്തിൽ? സന്ധി എന്ന് പറയുന്നതിന് പകരം സന്ധി എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. ഓരോ ജോയിന്റ്. സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെയുള്ള കർത്താവിന്റെ ദാസന്മാരെ, നിങ്ങളോട് കൈ പൊക്കുവാനല്ല പറയുന്നത്. ഞാൻ നിങ്ങളോട് ഭാരത്തോടെ പറയട്ടെ, നിങ്ങളെ ഏൽപ്പിച്ച ആത്മാക്കളെ ഇതുപോലെ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? അതോ ഇന്നും വെട്ടിമുറിച്ച് കൊണ്ടുവന്നതുപോലെ ചാക്കോച്ചനും തോമാച്ചനും ഇതുപോലെ കുറച്ച് അസ്ഥിയുടെ കൂടമായിട്ടാണോ നാം ഇരിക്കുന്നത്? സാത്താൻ ഇതിനകത്ത് വളരെ വിജയിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും സഭയിൽ ഓരോരോ കാര്യങ്ങൾ നടന്ന് അങ്ങനെ പൊയ്ക്കൊള്ളട്ടെ, ആരുടെയും വളർച്ച നടക്കരുത്. ഹല്ലേലൂയ. കർത്താവ് അസ്ഥിക്കൂടങ്ങൾക്ക് വേണ്ടിയല്ല വരുന്നത്, കർത്താവ് തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ അസ്ഥിക്കൂടങ്ങൾക്ക് സാത്താനെ കാൽ കീഴാക്കാൻ നോക്കുമോ? അവരെല്ലാവരും ജോയിൻ്റായി നിന്ന് ഒരു ശരീരമായി രൂപാന്തരപ്പെടുമ്പോൾ മാത്രമേ ദേശത്തിൻ്റെ ശക്തി നിങ്ങൾ കീഴടങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ ദേശത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് കീഴടങ്ങുകയില്ല. ആദിമകാലത്ത് ഓരോരുത്തർ അവരവരുടെ, ഇന്നെങ്ങനെയാ? വോട്ടിട്ടാണ് കാര്യം നടക്കുന്നത്. കാരണം അസ്ഥിക്കൂടമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്തേ ഒക്കുള്ളൂ? എല്ലാം ഇങ്ങനെ കിടക്കുക. അപ്പം ഇതിൽ കൈ ഏതാ കാലേതാന്ന് എങ്ങനെ പറഞ്ഞു? ഏതെങ്കിലും വോട്ടിട്ട് ആരെങ്കിലും മുൻപോട്ട് കൊണ്ടുവന്ന് ചെയ്യുക. എന്നാൽ ശരീരമായി കഴിഞ്ഞാൽ പിന്നെ വോട്ടിൻ്റെ ആവശ്യം വരികയില്ല. വോട്ടിട്ടൊരു കാര്യവും നടത്തുകയില്ല. പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. ഹല്ലേലൂയ. ആകയാൽ ദൈവജനമേ, ഈ അസ്ഥിക്കൂടത്തെ, ഇത് വിറക് കഷ്ണം പോലാണെങ്കിലും ഇത് നിങ്ങളുടെ മുൻപിൽ മറയാതിരിക്കാനാണ് ഇതിങ്ങനെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്. കാരണം ഇത് കാണുമ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ഓർമ്മ വരട്ടെ, ഞാൻ എൻ്റെ സഭയെ വേണ്ടതുപോലെ ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ സഭയിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ച മക്കളെ അവിടെ വന്ന, ഇത് ഒരു പാസ്റ്ററുടെ ജോലിയല്ല, 5 വിധ കൂട്ടുശുശ്രൂഷയാണ്. എല്ലാവരെയും ഒരുമിച്ചൊരു ശരീരം പോലെ ആക്കി നിർത്തുക. അതുകൊണ്ടാണ് കൊലോസ്യർ 1:28 വായിച്ചാൽ, കൊലോസിയൻസ് 1:28, കൊലോസ്യ ലേഖനം 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്
ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. നാം ഇങ്ങനെ ഈ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെ മുറിക്കുമ്പോൾ അല്പം വേദന വരും. അതിനാണ് ശിഷ്യരാക്കുക എന്ന് പറയുന്നത്. ഇവരെ മുറിച്ച് ശരിയാക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ശിഷ്യരാക്കുക. ഇന്ന് ശിഷ്യരാക്കുന്ന പ്രവൃത്തി, ഇന്ന് രോഗശാന്തിയും ചാട്ടവും ബഹളവും ഉണ്ടെങ്കിലോ വലിയ ഉണർവായി. പ്രിയമുള്ള, അങ്ങനെയല്ല. ഓരോരുത്തടത്തും സഭയാകുന്ന ശരീരം എഴുന്നേറ്റ് നിൽക്കട്ടെ. ഓരോ വിശ്വാസികളും ചാക്കോച്ചൻ്റെ സ്ഥാനത്ത്, മറിയാമ്മയുടെ സ്ഥാനത്ത്, അന്നമ്മയുടെ സ്ഥാനത്ത്, ജോൺ സഹോദരൻ്റെ സ്ഥാനത്ത്, ഓരോരുത്തരും അവരുടെ സ്ഥാനത്തേക്ക് നിന്ന് കഴിയുമ്പോൾ സാത്താൻ ഞെടുങ്ങാൻ തുടങ്ങും. ഓരോരുത്തരെയും ഓരോ സ്ഥാനത്ത് കൊണ്ടുവരണമെങ്കിൽ ഈ തോമാച്ചനിൽ നിന്ന് എന്തുമാത്രം വെട്ടിമുറിച്ചേ ഒക്കുകയുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ഈ തോമാച്ചൻ സഹോദരനെ എത്രമാത്രം മുറിച്ച് അറുത്ത് ഏതെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ തോമാച്ചൻ സഹോദരനെ ശരിയാക്കേണ്ടത്. ഇതിങ്ങനെ നീളമുള്ള ഒരു കമ്പ് പോലെ ഇരുന്നാൽ ചിലപ്പോൾ ചിലപ്പോൾ 2 ഇഞ്ച് മാത്രമാണ് ആവശ്യം. അപ്പോൾ ബാക്കിയെല്ലാം ഓരോ കർത്താവിൻ്റെ ദാസന്മാർ വന്ന് ബൈബിൾ ക്ലാസ് നടത്തുമ്പോൾ, പ്രവചനം നടത്തുമ്പോൾ കുറേച്ച് മുറിച്ച് ഒടുവിൽ സുന്ദരമായ ഒരവയവമായി തീരും. പിന്നെ പിറുപിറു പൊട്ടും കാണത്തില്ല. പിന്നെ ഇപ്പോഴെന്താണെന്നറിയാമോ? സഭകൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഈ അസ്ഥിക്കൂട്ടത്തെ ഇവിടുത്തെ പാസ്റ്റർ ജേക്കബ് പാസ്റ്റർ ഇതിനെ ശരിയാക്കാൻ തുടങ്ങുമ്പോൾ, ഒരാളെ മുറിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവിടുന്ന് ഓടാൻ ഒരുങ്ങിയിരിക്കുക. മറ്റൊരു അസ്ഥി ഞങ്ങൾക്ക് കുറച്ച് അസ്ഥി വേണമോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇന്ന് അസ്ഥിക്കച്ചവടമാണ് നടക്കുന്നത്. സംഘടനകളിലെല്ലാം എന്താ നടക്കുന്നത്? അസ്ഥിക്കച്ചവടം. ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് അസ്ഥികൾ മാറി നിങ്ങൾ അങ്ങനെ കച്ചവടം നടത്തുന്നവരെല്ലാം പിടിക്കാനുള്ള സമയം അടുത്തു വരുന്നു. അവരെ പിടിക്കുക തന്നെ ചെയ്യും. അവരങ്ങനെ വിടുകയില്ല. ഈ അസ്ഥിയുടെ കച്ചവടം എന്നും നടക്കുകയില്ല. അസ്ഥിയുടെ കച്ചവടം നിർത്താനുള്ള സമയം അടുത്ത് വന്നിരിക്കുക. അസ്ഥിയുടെ കച്ചവടം നടത്തുന്നവർ ഓടി ഒളിക്കുന്ന ദിവസങ്ങൾ അടുത്ത് വരുന്നുണ്ട്. അസ്ഥിയുടെ കച്ചവടം നടത്തുന്നവർ ഓടി ഒളിക്കുന്ന ദിവസങ്ങൾ അടുത്ത് വരികയാണ്. അതുകൊണ്ട് ഇനിയും ഈ പരിപാടി അധികം നടക്കുകയില്ല. ഈ അസ്ഥിക്കച്ചവടം നടത്തിക്കൊണ്ട് പേരും വോട്ടും, ഇന്ന് കൺവെൻഷനിലൊക്കെ വലിയ എംപിമാരൊക്കെ വരുന്ന എന്തിനാ? പെന്തക്കോസുകാരുടെ കൺവെൻഷൻ എംപിമാർ വരുന്നത് എന്തിനാ? MLA വരുന്നത്. പാസ്റ്റർമാർ കൊണ്ടുവരിക, കണ്ടോ ഞങ്ങൾക്ക് ഇത്രയും വോട്ടുണ്ട്. ഞങ്ങളുടെ കൺവെൻഷൻ നിങ്ങൾ വന്ന് നോക്കിയാൽ ഞങ്ങൾ 15,000 20,000 പേര്. ഞങ്ങൾ സാധാരണ പുള്ളിയൊന്നുമല്ല, MP അല്ലെങ്കിൽ MLA. ഞങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ തന്നാൽ, ഞാൻ പറഞ്ഞാൽ ഇത്ര വോട്ട് നിനക്ക് കിട്ടും. ഈ വ്യഭിചാരം, ഇതിന് ആത്മീക വ്യഭിചാരം എന്നാണ് പറയുന്നത്. ഈ വ്യഭിചാരികളെല്ലാം പിടിക്കാൻ പോവുകയാണ്. ദൈവസഭയെ വ്യഭിചരിക്കുന്ന മന്ത്രിമാരെയും MLA കൊണ്ടുവന്ന കൺവെൻഷനിലെല്ലാം ഇരുത്തി വോട്ട് പിടിക്കുന്ന ഈ വ്യഭിചാരികളെയെല്ലാം, ഞാൻ വ്യഭിചാരികളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. AM ശ്യാമലിന് സുബോധമുണ്ടോ? യാക്കോബിൻ്റെ ലേഖനം 4:4 ഒന്ന് വായിച്ചാട്ട്. യാക്കോബിൻ്റെ ലേഖനം 4:4. ജെയിംസ് ചാപ്റ്റർ 4:4. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് സഭയിലുള്ളവർക്ക് വേണ്ടി എഴുതുക. അന്നും കുറച്ചു പേര് ഇന്നത്തെ പോലെ ലോകസ്നേഹത്തിന് MPമാരുടെ പേരും MLA പേരും പുറകെ പോയിരുന്നു. അന്ന് MPമാരും MLA ഇല്ലായിരുന്നെങ്കിൽ അവർ ലോകസ്ഥാനത്തിന് വേണ്ടി പോയിരുന്നു. അവരോട് പറയുന്നത്, അവരെ എങ്ങനെയാ വിളിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ എന്നാണോ വിളിക്കുന്നത്? വ്യഭിചാരിണികളായുള്ളവരെ. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ഇന്നത്തെ കൺവെൻഷനുകളിൽ ഞാൻ ഒരു ചെറിയ അനുഭവം പറയട്ടെ, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഗുജറാത്തിൽ ഗാന്ധിനഗറിൽ കൺവെൻഷന് വേണ്ടി എന്നെ വിളിച്ചു. മലയാളി സഭ, IPC സഭ എന്നെ കൺവെൻഷന് വേണ്ടി വിളിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പം ഞാനവിടെ ഉച്ചയായപ്പോൾ ചെന്നപ്പോൾ ആ പാസ്റ്ററിൻ്റെ ഭാര്യയും വേറെ 2-3 സഹോദരിമാരും അവിടെയുണ്ട്. ഞാൻ ക്ഷീണിച്ചു വന്നുകൊണ്ടേ അവരെ ഉച്ചയ്ക്ക് ആയപ്പോൾ അവർ ആഹാരം വെച്ചു.
അപ്പോൾ ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററും അവിടുത്തെ സെക്രട്ടറി ഒരു ലോയർ കൂടാണ്, വക്കീൽ കൂടാണ്. വക്കീലും വേറെ 2-3 പേരും കൂടെ വന്നിട്ട് പറഞ്ഞു, ഓ പാസ്റ്ററെ, കർത്താവ് എത്ര വലിയ കാര്യം ചെയ്തു. ഞങ്ങൾ ഉപവാസം വെച്ച് പ്രാർത്ഥിച്ചതുപോലെ രഞ്ജോട് ബായ് കോൺട്രാക്ടർ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവരൊരു വലിയ മാല, ഒരു 5 അടി വലിയൊരു മാലയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വലിയ മാല. അവർ പറഞ്ഞു, രഞ്ജോട് ബായ് കോൺട്രാക്ടർ ഇന്ദിരാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡാണ്, വലത്ത് കൈക്കാരനാണ്, ഇവിടുത്തെ വലിയ ലീഡറാണ്, അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ വലിയ ലീഡർ, അദ്ദേഹമാണ് ഇവിടെ കൺവെൻഷന് വേണ്ടി ഞങ്ങൾക്ക് സ്ഥലം തന്നത്, ഈ മൈതാനം തന്നത്. അപ്പോൾ രഞ്ജോട് ബായ് കോൺട്രാക്ടർ യോഗം നടക്കുന്ന വളരെ ബിസിയാണ്. അതുകൊണ്ട് പാസ്റ്റർ അഥവാ അയാൾ വരാൻ 8 മണിക്കാണ് വരാമെന്ന് പറഞ്ഞത്. അഥവാ അദ്ദേഹം വരാൻ അല്പം താമസിച്ചാലും പുള്ളിക്കാരൻ വന്നു കഴിയുമ്പോൾ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് പ്രസംഗം ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ച് പാസ്റ്ററുടെ കൈകൊണ്ട് ഇദ്ദേഹത്തിന് മാലയങ്ങ് ഇട്ടിട്ട് പിന്നെ അയാൾ 10-15 മിനിറ്റ് വല്ലതും പറയും. പിന്നെ നമുക്ക് ഒരാഴ്ച മുഴുവനും സന്തോഷമായിട്ട് പ്രസംഗിക്കാം, പോലീസും കാണും, എല്ലാം പറഞ്ഞു. വളരെ സന്തോഷമായിട്ട്. അപ്പോൾ നമ്മൾ 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം പ്രാർത്ഥന കേട്ടാണ് രഞ്ജോട് ബായ് കോൺട്രാക്ടർ വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആകട്ടെ. ഞാനങ്ങനെ അപ്പോൾ ഞാൻ ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞ് പറഞ്ഞു, സഹോദരന്മാരെ ക്ഷമിക്കണം, ഞാൻ ഇന്ന് ജമ്മുവിലേക്ക് അങ്ങ് മടങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, എന്താ മടങ്ങി പോയി? ഞാൻ പറഞ്ഞു, രഞ്ജോട് ബായ് കോൺട്രാക്ടർ വരുന്നുണ്ടല്ലോ, അദ്ദേഹം പ്രസംഗിക്കട്ടെ, പിന്നെ നിങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരുണ്ടല്ലോ, നിങ്ങൾ പ്രസംഗിച്ചോട്ടെ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, പാസ്റ്ററെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്ക് ഉള്ള ദിവസങ്ങൾ മുഴുവനും ഉണ്ടല്ലോ. പിന്നെന്താ? ഞാൻ പറഞ്ഞു, ഏതായാലും രഞ്ജോട് ബായ് കോൺട്രാക്ടർ സ്റ്റേജിൽ വരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ വചനം ശുശ്രൂഷിക്കാൻ നിൽക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അന്നേരം അവരുടെ ഭാഷ, ഇയാൾ ക്യാപ്റ്റൻ ആണെങ്കിൽ കുറച്ച് തുറന്ന മനസ്സുള്ളവനെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത്, ഇയാൾ ഇത്ര ഇടുങ്ങിയ മനസ്സുള്ളവനാണ് ഞങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഞാൻ പോകുകയാണ്. ഞാൻ സൂട്ട് കേസ് എടുത്തുകൊണ്ട് വെളിയിലിറങ്ങി. ഗേറ്റ് കടന്ന് വെളിയിൽ വന്നപ്പോൾ സഹോദരിമാർ 3 പേര്, പാസ്റ്ററുടെ ഭാര്യയും 2 പേര് ഓടി വന്ന് കരഞ്ഞുകൊണ്ട് എൻ്റെ പെട്ടി പിടിച്ച് പറഞ്ഞു, പാസ്റ്ററെ പോകരുത്, ഞങ്ങളുടെ മേൽ വലിയ ശിക്ഷ വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് വലിയ വെപ്രാളം ഉണ്ടാകുന്നു. പാസ്റ്ററെ മറ്റേ പാസ്റ്റർമാരും കമ്മിറ്റി 3-4 പേരോട് പറയും എങ്ങനെയെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരും എൻ്റെ സൂട്ട് കേസ് കയറി പിടിച്ചിരിക്കുക സഹോദരിമാർ. പാസ്റ്ററും മറ്റൊരു അകത്ത് നിൽക്കുകയാണ്. അവരും വെളിയിലോട്ട് വന്നു. ഞാൻ പറഞ്ഞു, ഒരു കണ്ടീഷനിൽ ഞാൻ വരാം, യോഗം എന്നെ ഏൽപ്പിക്കാമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിച്ചേച്ചങ്ങ് പോവും, പിന്നെ തല്ലുകൊള്ളേണ്ടത് ഞങ്ങളാണ് എന്തെങ്കിലും, അതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, ഞാനങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു. ഒടുവിൽ പിന്നെ വളരെ നിർബന്ധിച്ച് ആ സഹോദരിമാരുടെ നിർബന്ധത്താൽ സഹോദരിമാർ മുട്ടിന്മേൽ നിന്ന് കരയാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും സമ്മതിക്കും, ഇതല്ലെങ്കിൽ വലിയ ശിക്ഷയ്ക്ക് കാരണമാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റേജിൽ കസേരയൊന്നും ഇടാൻ പാടില്ല, മീറ്റിങ്ങിൻ്റെ പുറകിലത്തെ വശത്ത് 2 സോഫാ സെറ്റോ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് വെച്ചു. ഈ രഞ്ജോട് ബായി ആരെങ്കിലും വന്നാൽ സ്റ്റേജിൻ്റെ അടുക്കെങ്കിലും വരാതിരിക്കാൻ പാടില്ല, അങ്ങ് താഴെ അങ്ങ് പുറകിൽ അവിടെ അവർ സുഖമായിട്ട് അവിടെ ഇരുന്നോട്ടെ. വന്നാൽ മാലയൊന്നും ഇവിടെ പന്തലിൻ്റെ അടുക്കലെങ്കിലും മാലയൊന്നും കൊണ്ടുപോയിരിക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ വെച്ചോക്കണമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുവന്നേക്കരുത് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത്, ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടി സമ്മതിച്ചു. ഇവിടെ യോഗം തുടങ്ങി, പാട്ട് കഴിഞ്ഞു, അതൊന്നില്ല. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ രഞ്ജോട് ബായി 3-4 കാറ് വരുന്നു. ഉടനെ ഞാൻ പറഞ്ഞു, രഞ്ജോട് ബായി ദൈവത്തെ ഭയപ്പെടുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന ആൾ അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ശാന്തമായി പുറകിൽ അവിടെ വെച്ചിരിക്കുന്ന സോഫാ സെറ്റിൽ ശാന്തമായി ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ഇരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. രഞ്ജോട് ബായി കോൺട്രാക്ടർ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് 10-12 പേരും എല്ലാവരും ശാന്തമായി അവിടെ ഇരുന്നു. 5 മിനിറ്റ് നേരം വേണ്ടി വന്നവർ മുഴുവൻ പ്രസംഗവും കേട്ടിട്ട് പോയി. പോകാൻ നേരത്ത് വന്ന് എനിക്ക് കൈകൊപ്പി തന്നിട്ട് പോയി. പിറ്റേ ദിവസവും രഞ്ജോട് ബായി കോൺട്രാക്ടറും 5-6 പേരും കൂടെ വന്നു. 3-ാമത്തെ ദിവസവും ഞാൻ ക്രൂശിനെ കുറിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ രഞ്ജോട് ബായിയാണ് കൈ ഉയർത്തി. ആദ്യം 68 വയസ്സുള്ള സഹോദരനാണ്. 5-ാമത്തെ ദിവസം സ്നാനപ്പെടാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആദ്യം എഴുന്നേറ്റുന്ന രഞ്ജോട് ബായിയാണ്. അദ്ദേഹത്തെയും വേറെ 22 പേരെ അവിടെയുള്ള നദിയിൽ അന്ന് സ്നാനപ്പെടുത്തി. അന്ന് ഞായറാഴ്ച സ്നാനപ്പെടുത്തി. ഞായറാഴ്ച വൈകിട്ട് രഞ്ജോട് ബായി പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു, ഞാൻ തിങ്കളാഴ്ച ഇവിടെ നിന്ന് പോകണം, ഞങ്ങളുടെ വീട്ടിലൊരു യോഗം നടത്തണം, അവിടെ ഒത്തിരി പേര് വരുമെന്ന് പറഞ്ഞു.
ഉടനെ ഞാൻ പറഞ്ഞു വൈകിട്ട് യോഗമില്ലല്ലോ, ആരാധനയുടെ യോഗം തിരിഞ്ഞോണ്ടേ. വൈകിട്ട് യോഗത്തിന് ഞാനവിടെ ചെന്നപ്പോൾ പാസ്റ്റർമാരും എല്ലാം ഉണ്ട്. ചെന്നപ്പോൾ എത്രായിരം ആളുകളാണ് അവിടെ കൂടിയിരിക്കുന്നത്. അദ്ദേഹം 3 നില കെട്ടിടമാണ്, വലിയ കൊട്ടാരമാണ്. അതിനകത്ത് തന്നെ 2ാമത്തെ നില കെട്ടിടത്തിൽ മഹാത്മാഗാന്ധി വന്ന് വിശ്രമിച്ച മുറി, അന്ന് അദ്ദേഹം ഉപയോഗിച്ച ബെഡ്ഷീറ്റും അന്ന് ഉപയോഗിച്ച സാധനങ്ങളെല്ലാം അതുപോലെ ഓർമ്മയ്ക്കായി വെച്ചിരിക്കുകയാണ്. മഹാത്മാഗാന്ധിജി വന്ന് വിശ്രമിച്ച അതേ മുറി. അവിടെ ഞാൻ ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനിടയായി. അത് കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫിനാൻസ് മിനിസ്റ്ററുടെ ഒരു എഴുത്ത് വന്നു. കേന്ദ്ര ഗവൺമെൻറ്റിലെ ഫിനാൻസ് മിനിസ്റ്റർ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ആളാണ്. അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ എഴുതിയതാണ്, സിംഹത്തെ പോലെ ഗർജിക്കുന്ന ഈ മനുഷ്യനെ എങ്ങനെ ഒരാടാക്കി നീ രൂപാന്തരപ്പെടുത്തി എന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ ലെറ്റർ പാഡിൽ എനിക്ക് എഴുതിയത്. ഞാൻ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രഞ്ജോട് ഭായി പറഞ്ഞു, പിന്നെ കത്തുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇന്ദിരാഗാന്ധിയോട് സുവിശേഷം അറിയിക്കണം. ഇന്ദിരാഗാന്ധി അദ്ദേഹം അടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ദിരാഗാന്ധിയോട്. അപ്പം ഡൽഹിയിലാണെങ്കിൽ അവർ പറഞ്ഞു 15 മിനിറ്റ് ഡൽഹിയിൽ സംസാരിക്കും. ഞാൻ 15 മിനിറ്റ് കൊണ്ടൊന്നും കാര്യം നടക്കുകയില്ല. കുറഞ്ഞത് 2-3 മണിക്കൂർ ഇന്ദിരാഗാന്ധിയോട് സുവിശേഷം പറയുവാൻ അവസരം. ഒന്നുകിൽ രാജസ്ഥാനിലോ ജമ്മു കാശ്മീരിലോ ഗുജറാത്തിലോ എവിടെയെങ്കിലും വിസിറ്റിന് പോകുമ്പോൾ സീക്രട്ടായിട്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞാണ് ഞാനന്ന് ബോംബെയിൽ യോഗങ്ങൾക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നു എന്ന് ഭായി അറിയുവാനിടയായത്. രഞ്ജോട് ഭായി സഹോദരൻ മരിക്കുന്നതുവരെയും ഒരു വിശ്വാസിയായി തന്നെ ഇരുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഇന്ന് ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കാതെ മന്ത്രിമാരെയും MLA-മാരെയും സ്റ്റേജിൽ കയറ്റിയിരുത്തി വ്യഭിചാരം നടത്തുന്ന വ്യഭിചാരികളുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരാറായി. ദൈവസഭയിൽ കൂടെ വ്യഭിചരിപ്പിക്കുന്ന ആളുകൾ കൂടെ. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് 2-3 മിനിറ്റൂടെ എടുക്കുകയുള്ളൂ. ജമ്മു കാശ്മീരിൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കൺവെൻഷന് അവിടെ ഗഡി പറയുന്ന കൺവെൻഷൻ നടത്തുകയാണ്. ആ കൺവെൻഷൻ നടത്തുമ്പോൾ ഷെയ്ഖ് അബ്ദുള്ള അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടുത്തെ ചീഫ് മിനിസ്റ്ററായിട്ടിരിക്കുകയാണ്. ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൺവെൻഷന് വന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള അവിടെ പ്രൈം മിനിസ്റ്ററായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തയച്ച് വന്ന ഓഫീസേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ സെക്യൂരിറ്റി ഒന്നും ക്രമീകരിക്കാൻ ഞങ്ങൾ കഴിയില്ല. ഉടനെ പിറ്റേ ദിവസം സെക്യൂരിറ്റി എല്ലാം ഞങ്ങൾ ക്രമീകരിച്ചു. ഉടനെ പറഞ്ഞു, ഞാനുടനെ അവർക്ക് പറഞ്ഞയച്ചു, ഇത് ഞങ്ങളുടെ സ്റ്റേജിൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരായവർ മാത്രമേ നിൽക്കാനൊക്കെയുള്ളൂ, അല്ലാത്തവർക്ക് ഞങ്ങളുടെ സ്റ്റേജിൽ നിന്ന് വചനം പ്രസംഗിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് പ്രസംഗിക്കണമെങ്കിൽ ആ ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റത്ത് നിങ്ങളൊരു സ്റ്റേജ് ഉണ്ടാക്കിക്കോ. ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ ഞങ്ങളുടെ യോഗം കഴിഞ്ഞിട്ട് ചീഫ് മിനിസ്റ്റർ നിങ്ങളോട് സംസാരിക്കുക കേട്ടോ, എന്നാൽ ഞങ്ങളുടെ സ്റ്റേജിൽ ഞങ്ങൾ അനുവദിക്കുകയില്ല. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വലിയ കോപമായി. അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ചയ്ക്കകം AM ഷാമിലെ ജമ്മു കാശ്മീരിൽ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് ക്വസ്റ്റ്യൻ അവർ ഇന്നും പോയി നോക്കിയാൽ കാണാം. ക്വസ്റ്റ്യൻ അവറിൽ ജമ്മു കാശ്മീരിലുള്ള MP-മാർ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചു. ഷെയ്ഖ് അബ്ദുള്ള പ്രസംഗിക്കാൻ ആഗ്രഹിച്ചിട്ട് AM ഷാമുൽ എന്ന് പറയുന്ന ഒരാൾ അവരെ അനുവദിച്ചില്ല, അതുകൊണ്ട് ചോദ്യം ചെയ്യണം. ഉടനെ സ്പീക്കർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ് ഉദംപൂരിലുള്ള കമ്മീഷണർക്ക് ലെറ്റർ എഴുതി വയർലെസ് മെസ്സേജ് കൊടുത്തു, പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടുന്ന് എല്ലാം കമ്മീഷനെല്ലാം കൂടെ ഒന്ന് റിപ്പോർട്ട് എടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഷെയ്ഖ് അബ്ദുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ആത്മീയ സ്ഥലങ്ങൾക്ക് അദ്ദേഹത്തെ നിൽപ്പാൻ ഞങ്ങൾ ഒരു കാലത്തും അനുവദിക്കുകയില്ല. അപ്പം അത് കുറച്ച് നാളിങ്ങനെ നടന്നു. എന്നാൽ കൃപയാൽ എന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏകദേശം 1 വർഷം കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ഷെയ്ഖ് അബ്ദുള്ളയോട് സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ ഞാൻ ജമ്മുവിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഓഫീസർ ഫോൺ ചെയ്തു, എനിക്ക് ഷെയ്ഖ് അബ്ദുള്ളയെ കാണണം, സംസാരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, നീ ആരാണ്? ഞാൻ എൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള ഫോൺ എടുത്തിട്ട്, നീ അന്ന് എന്നെ നിൻ്റെ മീറ്റിങ്ങിന് വിളിക്കാതിരുന്ന സാമുവൽ തന്നെയാണോ? ഞാൻ അതേ ആളാണെന്ന് പറഞ്ഞു. ഉടനെ അതിൻ്റെ പിറ്റേ ദിവസം കാണാമെന്ന് പറഞ്ഞു. ഞാൻ വേറൊരു സഹോദരനും കൂടെ ചെന്നപ്പോൾ ഷെയ്ഖ് അബ്ദുള്ളയും വേറെ 2 മിനിസ്റ്റേഴ്സും കൂടെ എഴുന്നേറ്റ് വന്ന് എന്നെ സ്വീകരിച്ചിട്ട് അകത്ത് കൊണ്ടുപോയി 1.5 മണിക്കൂർ സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞപ്പോൾ ഞാനൊരു വേദപുസ്തകം കൊടുത്തപ്പോൾ അദ്ദേഹം അതെടുത്ത് തലയിൽ വെച്ച്. ഞാൻ പറഞ്ഞു, വേദപുസ്തകം തലയിൽ വെച്ചുകൊണ്ട് പ്രയോജനമില്ല, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു.
അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഇത്ര കഠിനനായി നീ ഇരിക്കുന്നത് കൊണ്ട് നിൻ പറയുന്നതിൽ ഏതോ സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇംഗ്ലണ്ടിൽ ക്രിസ്ത്യൻസ് ഉണ്ട്, അമേരിക്കയിലുണ്ട്, അതുപോലെ ഇന്ത്യയിൽ തന്നെ എത്ര ക്രിസ്ത്യൻസ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, നീ നിങ്ങളുടെ മീറ്റിങ്ങിന് എന്നെ അനുവദിക്കാതിരുന്നത് എന്താണെന്നോ എന്ന് പറഞ്ഞപ്പോൾ വളരെ പ്രയാസമായ കാര്യമായെന്ന് എനിക്ക് തോന്നി. എന്നാൽ നീ പറയുന്ന കാര്യത്തിൽ ഏതോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുവാനിടയായി. അദ്ദേഹം എന്നെ ബഹുമാനിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഫറൂഖ് അബ്ദുള്ള പിന്നെ ചീഫ് മിനിസ്റ്റർ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, AM ശാമുവലിനെ വിളിച്ച് പരസ്യമായി നിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്താ ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു. അദ്ദേഹം ഇലക്ഷനൊക്കെ ആയി. അപ്പോൾ ഞാൻ ഉദംപൂരിൽ താമസിക്കും. 10-12 പേര് ഒരു വലിയ ഇൻവിറ്റേഷനും കൊണ്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു, ഫറൂഖ് അബ്ദുള്ള ഇന്ന ദിവസം ഓത്തെടുക്കുന്നതിന് മലയാളത്തിൽ സ്ഥാനാവരണം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്, അന്ന് നിങ്ങൾ വന്ന് അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്റ്റേജിൽ ആരൊക്കെ കാണും? ഷെയ്ഖ് അബ്ദുള്ള കാണും, ചീഫ് ജസ്റ്റിസ് കാണും, ഗവർണർ കാണും, നിങ്ങൾ കാണും, പിന്നെ ഇമാമും കാണും. അപ്പോൾ നിങ്ങൾ ഒടുവിൽ അപ്പോൾ എൻ്റെ ജോലി എന്താണ്? അവർ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പരസ്യമായി അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്തോ പരിപാടിയാണ്, ഇതെങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവിനോട് ചോദിക്കാം, മുട്ടിന്മേൽ അല്പനേരം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മുൻവശത്തുകൂടെ വന്നപ്പോൾ നീ അവർക്ക് അനുവാദം കൊടുത്തില്ല, അവർ പുറവശത്തുകൂടെ വന്നിരിക്കുക. നിന്നെ വലിയ ആളാക്കി കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ജോലിയും മറ്റെല്ലാം വരുന്ന നിൻ്റെ ശുപാർശ കിടക്കാനായിട്ട് പരിപാടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മടങ്ങി വന്ന് അവരോട് പറഞ്ഞു, ഞാൻ ഒരു ചെറിയവനായ മനുഷ്യൻ, എത്രയോ ബിഷപ്പുമാർ എത്ര പേരുണ്ട്, അതുകൊണ്ട് ഞാൻ ആ സ്റ്റേജിലേക്ക് വരുന്നില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുവാനിടയായി. ഞാനതിന് പോയില്ല. ഞാൻ പറയുവാൻ കാരണം, സാത്താൻ എത്ര തന്ത്രത്തോടെ പ്രവർത്തിക്കുന്നവനാണ്. ഞാൻ അവരെ സ്റ്റേജിൽ അദ്ദേഹത്തെ സ്റ്റേജിൽ കൊണ്ട് പ്രസംഗിക്കാതിരിക്കുമ്പോൾ എന്നെക്കൊണ്ട് എങ്ങനെയെങ്കിലും സ്റ്റേജിൽ കയറ്റി അദ്ദേഹത്തെ ചീഫ് മിനിസ്റ്ററെ പരസ്യമായി ഒന്ന് അനുഗ്രഹിക്കത്തക്കവണ്ണം ഉള്ള നില വരെ അവർ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുസഭ, ഞാൻ വളരെ വേദനയോട് പറയുക, ദൈവത്തിൻ്റെ തിരുസഭ സ്ഥാനമോഹികൾക്കും മറ്റുള്ളവർക്കും വിട്ടുകഴിഞ്ഞാൽ ഇത് അസ്ഥികൂട്ടമായി തന്നെ കിടക്കും. എന്നാൽ പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും തൃശ്ശൂരുള്ള ദൈവജനമേ, നിങ്ങളുടെ സഭയെ യഥാർത്ഥമായി അതിൻ്റെ രൂപത്തിൽ പണിയുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ഞാൻ വീണ്ടും എനിക്ക് തൃശ്ശൂരിൽ വരുവാൻ ഒക്കുമോ എന്ന് ഞാൻ അറിയുന്നില്ല. കർത്താവിൻ്റെ എനിക്കറിഞ്ഞുകൂടെ. കർത്താവ് അയച്ചാൽ തീർച്ചയായിട്ടും വരും. എന്നാൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഈ അസ്ഥിക്കൂടങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരെ, ഇത് അസ്ഥിക്കൂടങ്ങളായി തന്നെ ഇരുന്നാൽ ദൈവം നിങ്ങളോട് ചോദിക്കും, ഇതിനെ ഓരോന്നിനെയും മുറിച്ച് തക്ക അളവിനൊത്തവണ്ണം, ഓരോരുത്തരുടെ അളവിനൊത്തവണ്ണം ഓരോരുത്തരെയും ഒരുക്കേണ്ട വലിയ ഉത്തരവാദിത്തം നിങ്ങളുടെ മേലിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതായി കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാം. ഈ നല്ല രാത്രി വേലയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാതയുടെ ഇരുന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് പഠിക്കുവാൻ തക്കോണം രാത്രിയിൽ നീ സഹായിച്ചല്ലോ. കർത്താവേ, അങ്ങനെ ദാസനെ ഈ ദിവസങ്ങൾ മതത്തിലേക്ക് കൊണ്ടുവന്ന സ്തോത്രം. ദൈവമേ, രാത്രികാലം ഞങ്ങൾക്ക് ജീവിത സത്യയോടെ കരുതുവാനും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ തക്കോണം കർത്താവെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുറവുകളെ നിങ്ങൾ കാണുന്നു കർത്താവെ. അങ്ങ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് കർത്താവ് നിങ്ങളായിട്ടുണ്ടല്ലോ. അതിനായി നിങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ആത്മശക്തി ഞങ്ങൾ അധികമായി പകരുവാനാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. അവിടുത്തെ ഇഷ്ടം അറിയുന്നവരോ നേരിട്ട് നിലനിൽക്കുമല്ലോ കർത്താവ്. ദൈവമേ, സ്തോത്രം. ഞങ്ങളുടെ പണികളൊക്കെയും അത് നിലനിൽക്കുന്നതായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായ കൃപ ഞങ്ങൾ പകരണമേ കർത്താവേ. ദൈവമേ, അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ക്ലാസ്സിലും ദൈവം വലിയ അനുഗ്രഹം പകരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രികാലത്തിന്റെ അനുഗ്രഹത്തോടെ ഈ ജനത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ വീണ്ടും ശക്തീകരിക്കണം. സർവമഹത്വം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ.